ഒരാഴ്ച കഴിഞ്ഞുപോയി. കിച്ചി പാകൊന്ന് ഉഷാറായി. ശിവയെ തിരികെ കിട്ടിയതും സത്യ ചികിത്സയ്ക്ക് സഹകരിക്കുന്നതും അവനൊരു ആശ്വാസമായി. കുറേ വർഷങ്ങൾ സമാധാനം നടന്ന് അറിഞ്ഞിരുന്നില്ല അവൻ. ഇപ്പം ആകെ ഒരു സമാധാനമുണ്ട്. 5 കുഞ്ഞിനെ നന്നായിട്ട് തന്നെ നോക്കുമെങ്കിലും ഒരമ്മ കൊടുക്കേണ്ട വാത്സല്യം മാത്രം അവൾ കൊടുക്കാൻ മടിച്ചു. ഷാരിയാണ് ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ കൂടുതൽ സമയം കൊണ്ടു നടക്കുന്നത്. ജഗൻ ഓഫീസിൽ പോയി തുടങ്ങി. സത്യയുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ അനിയും നിത്യയും കിച്ചുവും ചേർന്ന് ഭംഗിയായി കൊണ്ടുപോകുന്നുണ്ട്. ഒരു സൺഡേ ഗുരുജി വിളിച്ചിട്ട് കിച്ചു ആശ്രമത്തിലേക്ക് വന്നു. സത്യയുടെ സ്വഭാവം വീണ്ടും മാറിയോ, അവൻ ചികിത്സക്ക് സഹകരിക്കുന്നില്ല എന്നൊക്കെ പലവിധ സംശയങ്ങൾ അവനിൽ നിറഞ്ഞു. ഗുരുജിയെ കാണുമ്പോൾ അവനിൽ ടെൻഷൻ നിറഞ്ഞു. കിരൺ, തന്നെ ഞാൻ വിളിപ്പിച്ചത് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. സത്യദേവ് സ്വയം മാറ്റങ്ങൾ സൃഷ്ടിക്കാനായി അയാൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഗുണങ്ങൾ ചികിത്സയെ കൂടുതൽ എളുപ്പമാക്കുന്നുമുണ്ട്. ഗുരുജിയുടെ വാക്കുകൾ കേട്ട് അവനിൽ ആശ്വാസത്തിൻ്റെ ഒരു പുഞ്ചിരി വിടുന്നു. ഇപ്പോഴെനിക്കൊരു സമാധാനമായത്. അവനെ ഞങ്ങൾക്ക് തിരികെ വേണം. പാവ അവൻ. ഉള്ളം കൊണ്ട് സ്നേഹം കൊതിക്കുന്നൊരു കൊച്ചുകുട്ടി അവനിലുണ്ട്. കുഞ്ഞിലേ മുതൽ ഒരുപാട് അനുഭവിച്ച് തീർത്തിട്ടുണ്ട് ആ പാവം. കിച്ചു പറഞ്ഞു നിർത്തിയതും ഗുരുജി ഒന്ന് പുഞ്ചിരിച്ചു. ആ കൊച്ചുകുട്ടിയുടെ മനസ്സിലുള്ളവൻ കൊന്നു തള്ളിയിട്ടുള്ള മനുഷ്യരുടെ എണ്ണം എത്രയാണ് കിരൺ? ഗുരുജിയുടെ ചോദ്യം കേട്ട് അവൻ ആകെ ഒന്ന് വിറച്ചു പോയി. അവനാകെ ഭയന്നു. അവൻ്റെ ഭയം ഗുരുജിക്ക് മനസ്സിലായി. പേടിക്കണ്ട, ഞാനിതൊന്നും പബ്ലിസിറ്റി ചെയ്യില്ല. കാരണം അയാളുടെ അസുഖത്തിൻ്റെ മൂർധന്യ ഭാവമാണത്. എന്ന് വെച്ചാൽ അയാളുടെ അസുഖം മാത്രമേ മൂത്തുപോയി. അതുകൊണ്ട് തന്നെ അയാളുടെ ചില രീതികൾ അത് നമുക്ക് ഇനിയും മാറ്റാൻ സാധിക്കില്ല. ഗുരുജി എന്താ പറഞ്ഞു വരുന്നത്? കിച്ചേറിയ ഹൃദയമിടിപ്പോടെ ചോദിച്ചു. അയാൾക്ക് ഈ ജന്മം ശരീരത്തിലുണ്ടാകുന്ന മുറിവുകളിലെ വേദനയോർത്ത് ഭയം ഉണ്ടാകില്ല കിരൺ. കാരണം അയാൾക്ക് ആ വേദന ഒരു ലഹരിയാണ്. അതിൽ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. അയാളിൽ ആക്രമിയെ എനിക്ക് ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും അയാൾക്ക് പ്രിയപ്പെടുന്ന ആരെങ്കിലും ദ്രോഹിച്ചാൽ അയാൾ വീണ്ടും രുദ്രരൂപത്തിലേക്ക് മാറും. കിച്ചുവിൽ വീണ്ടും ഭയം നിറഞ്ഞു. പക്ഷേ ഇതൊക്കെ തന്നെയല്ലേ അവൻ്റെ അസുഖം? ഇതൊന്നും അവനെ വിട്ട് പോകില്ലെങ്കിൽ പിന്നെ എന്ത് മാറ്റാം അവന് സംഭവിക്കുന്നത്? കിച്ചുവിന് തൻ്റെ സംശയം ചോദിക്കാതിരിക്കാനായില്ല. എടോ, നമുക്കൊരാളുടെ രോഗത്തെ ഇല്ലാതാക്കാൻ സാധിക്കും. പക്ഷേ അവരിൽ ഉറച്ചുപോയ സ്വഭാവത്തെ മാറ്റാൻ സാധിക്കില്ല. ഇപ്പം സത്യയിലെ രോഗങ്ങളാണ് ഞാൻ മാറ്റുന്നത്, അല്ലാതെ അയാളുടെ സ്വഭാവത്തെയല്ല. വീട്ടിലെ ജോലിക്കാരെ ഉപദ്രവിക്കുന്ന സത്യ, അനാവശ്യ കാര്യങ്ങൾക്ക് ഭാര്യയെ നിയന്ത്രിക്കുന്ന സത്യ, ചുറ്റുമുള്ളവരിൽ നിന്നും അകൽച്ച പാലിക്കുന്ന സത്യ, ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്ന സത്യ, സ്വയം ഉപദ്രവിച്ച് ലഹരി കണ്ടെത്തുന്ന സത്യ, ഇതൊക്കെ ഇനി ഉണ്ടാകില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും മാറ്റങ്ങൾ അയാൾ വരുത്താൻ എനിക്ക് സാധിക്കും. കിച്ചു ആശ്വാസത്തോടെ ഗുരുജിയെ നോക്കി. ഇപ്പോഴാണ് അവന് ജീവൻ നേരെ വീണത്. പക്ഷേ ശിവാനിയിൽ അയാൾക്ക് സ്വാർത്ഥത ഉണ്ടായിരിക്കും. പക്ഷേ പഴയതുപോലെ ആ സ്വാർത്ഥത അയാൾ അപകടകാരിയാക്കില്ല. അയാളിലെ വന്യതയും അയാൾ വിട്ട് പോകില്ലെന്ന് കരുതി പഴയ പോലെ ചെറിയ ദാസ്യങ്ങൾക്ക് പോലും ആരെയും ഉപദ്രവിക്കില്ല. അയാൾക്ക് അത്രയും സഹിക്കാനാവാത്ത കാര്യങ്ങൾക്ക് മാത്രമേ ഇനി അയാൾ പ്രതികരിക്കൂ. ഗുരുജി പറഞ്ഞ് അവസാനിപ്പിച്ചതും കിച്ചു സന്തോഷത്തോടൊന്ന് ചിരിച്ചു. മതി, അത്രയും മതി. സത്യയിൽ ഇതിൽ കൂടുതൽ മാറ്റങ്ങളൊന്നും അവനും ആഗ്രഹിച്ചില്ല. അവനിൽ അത്രയും ആശ്വാസം നിറഞ്ഞു. തങ്ങൾ ആഗ്രഹിച്ച പോലെ സത്യയെ തിരികെ കിട്ടാൻ പോകുന്നെന്ന് ഓർത്തപ്പോൾ തന്നെ അവൻ്റെ കണ്ണുകൾ പോലും സന്തോഷത്താൽ നിറഞ്ഞിരുന്നു. ഗുരുജിയുടെ നിർദ്ദേശപ്രകാരം സത്യയുടെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ജഗൻ സത്യയുടെ ഡാർക്ക് മാൻഷൻ തന്നെ മാറ്റിമറിച്ചു. അവൻ ആ വീടിൻ്റെ പേര് തന്നെ മാറ്റി സ്വർഗമെന്നാക്കി മാറ്റി. അതോടെ മാൻഷനിലെ ചുവരിലെ കറുത്ത പെയിൻ്റൊക്കെ മാറ്റി ഇളം പിങ്ക് വൈറ്റ് കോംബോയിൽ പുതിയ മാറ്റങ്ങൾ വരുത്തി പെയിൻറ് ചെയ്തു. ലൈറ്റ് സെറ്റിങ്ങിൽ പോലും അവൻ മാറ്റം വരുത്തി. ഇപ്പോൾ മാൻഷൻ്റെ രൂപം തന്നെ മാറി. ശരിക്കും ആരും കൊതിച്ചു പോകുന്ന ഒരു സ്വർഗമായി മാറിയവിടം. ജഗനും കിച്ചുവാണ് എല്ലാത്തിനും മേൽനോട്ടം. ഗിരിയും മനുവും ഒക്കെ സപ്പോർട്ടായി തന്നെ കൂടെയുണ്ട്. എല്ലാം ഒന്ന് സമാധാനമായതും കിച്ചു ആശ്വാസത്തോടെ നിശ്വസിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ സമാധാനത്തോടെ സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹാരം തേടി കിരൺ യാത്ര തിരിച്ചു. ഒരിക്കലും പോകാനോ കാണാനോ താല്പര്യമില്ലാത്ത ഒരുവനെ തേടി അവനിറങ്ങി, തൻ്റെ പെണ്ണിൻ്റെ സന്തോഷത്തിനു വേണ്ടി. 5 അസ്വസ്ഥയായി. കുഞ്ഞിപ്പെണ്ണിനെ അവളൊന്ന് നോക്കി. കാണാൻ വളരെ സുന്ദരിയാണ്. പാവക്കുഞ്ഞിനെ പോലൊരു കുട്ടിക്കുറുമ്പി. കുഞ്ഞിക്കാലി വെച്ച് ഹാളിൽ ഓടിക്കളിക്കുവാണ് പോലും. അഞ്ജുവിന് ആ കുഞ്ഞിനെ ഓർത്ത് സങ്കടം തോന്നി. ഉപേക്ഷിക്കാൻ പേടിയാണ്. മറ്റൊരാൾ അവളെ വേദനിപ്പിച്ചാൽ സഹിക്കാനാവുമോ തനിക്ക്? ഇല്ല, ഒരിക്കലുമില്ല. സ്നേഹിച്ച് കൂടെ നിർത്താൻ സാധിക്കുന്നില്ല. ആദ്യത്തിന് അവളെ ഏൽപ്പിക്കുന്നതാണ് ഉത്തമം. സ്വന്തം അച്ഛനല്ലേ, അയാൾക്ക് അവളെ സ്വീകരിക്കാതിരിക്കാനാകില്ലല്ലോ. അഞ്ജു മനസ്സിൽ പറഞ്ഞ് ആശ്വസിച്ചു. ഇതൊന്നും അറിയാതെ പൂമ്പാറ്റയെ പോലെ സന്തോഷത്തോടെ ആ കുഞ്ഞിപ്പെണ്ണ് പാറി നടന്നു. തൻ്റെ പിറവി തന്നെ തൻ്റെ അമ്മക്ക് ഭാരമാണെന്ന് ആ പാവത്തിന് അറിയില്ലല്ലോ. പുതിയ പരീക്ഷണങ്ങൾ കാത്തിരിക്കുന്നത് ആ കുഞ്ഞിനെ മാത്രമായിരുന്നു.
അവളുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള യാത്രയിൽ കിരണും മനസ്സ് വിങ്ങിയ നോവോട് ആ കുഞ്ഞിൻ്റെ മുഖം ഓർത്തുപോയി. ശിവയുടെ 2 സർജറിയും ഭംഗിയായി തന്നെ ഡോക്ടർമാർ പൂർത്തിയാക്കി. ഇനി ബാക്കിയുള്ളത് തലയുടെ കാര്യമാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയ സർജറിയാണത്. അതുകൊണ്ട് അത് മാത്രം ഉടനൊന്നും സാധിക്കില്ല. ഹോസ്പിറ്റലിൽ ശിവക്ക് കൂട്ടായ ഒരു ലേഡി വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവളെ പരിപാലിച്ചു കൊണ്ട് കൂടെ തന്നെ ഉണ്ട് വേണി. ശിവയുടെ അവസ്ഥ വേണി ഒരുപാട് സങ്കടപ്പെടുത്തി. ശിവയുടെ അത്രയും സ്നേഹവും വാത്സല്യമുണ്ടായിരുന്നു അവൾക്ക്. സ്റ്റീഫനും കോശിയൊക്കെ പഴയതുപോലൊക്കെ തന്നെ ആണ്. അവരിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെയില്ല. ഒരു കുടുംബനാഥനായതുകൊണ്ട് സ്റ്റീഫൻ കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധം നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ശിവാനി അവർക്കുള്ളിൽ ഒരു നോവായി നിറഞ്ഞു. ശിവയെ കാണുമ്പോഴൊക്കെ ശത്രുവിനെ കൊല്ലാനുള്ള വെറിയേണ്ടവരിൽ. പക്ഷേ ഇപ്പോൾ അവർ നിസ്സഹരാണ്. എല്ലാത്തിനും പരിഹാരം കാണാനായി അവൻ കാത്തിരിക്കുന്നത് അവനെ മാത്രമാണ്. അവിടേക്ക് ബോസിന്, സത്യദേവിന്. ഇതേസമയം മഞ്ജു തളർന്ന് ബെഡിലേക്ക് ഇരുന്ന് പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കിച്ചോളെ തടഞ്ഞില്ല. കരയട്ടെ, ഇനിയെങ്കിലും ആ കുഞ്ഞിനെ അവൾ ചേർത്ത് പിടിക്കട്ടെ എന്ന് അവനും കരുതി. അപ്പോൾ അയാൾക്ക് ആ കുഞ്ഞിനെ വേണ്ടല്ലേ? ഒന്നുകൂടി ഉറപ്പിക്കാനായി അവൾ വീണ്ടും ചോദിച്ചു. കിരൺ അതിനെ പതിയൊന്ന് മൂളിക്കൊണ്ട് അഞ്ജുവിനെ ചേർത്ത് പിടിച്ചു. അഞ്ജു, അന്ന് ഞാനും സത്യം കൊടുത്ത പണിയില്ലേ, അവൻ്റെ നട്ടലിനാണ് ക്ഷതം സംഭവിച്ചത്. ഈ ജന്മം അവന് കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാനോ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും സാധിക്കില്ല. അങ്ങനെയുള്ളവൻ എങ്ങനെയാ ഒരു കുഞ്ഞിനെ കൂടി ഏറ്റെടുക്കുക? അവർക്കതിന് പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ മോളായിട്ട് അവൾ വളരട്ടെ. നിന്റെ മനസ്സിൽ ആദിയുടെ രൂപം എടുത്തു കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എല്ലാം. അവൻ അവളെ ആശ്വസിപ്പിച്ചു. പക്ഷേ അഞ്ചൊന്നും മിണ്ടാതെ ബെഡിലേക്ക് ചാഞ്ഞു കിടന്നു. കിരൺ അവളെ വാത്സല്യത്തോടെ നോക്കി. അവളുടെ മനസ്സവന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൻ ആദ്യം തിരക്കി പോയത്. കിടന്ന കിടപ്പിൽ കിടക്കുന്നവനോട് നിനക്കൊരു കുഞ്ഞു പിറന്നെന്ന് പറഞ്ഞപ്പോൾ ആ മുഖത്ത് നിറഞ്ഞത് തികഞ്ഞ നിർവികാരത മാത്രമായിരുന്നു. കിച്ചു കാര്യങ്ങൾ വിശദമാക്കിയപ്പോൾ ആദ്യയുടെ മിഴികൾ നിറഞ്ഞു. ഈ അവസ്ഥയിൽ ആ കുഞ്ഞിനെ കൂടെ കൂട്ടാൻ തനിക്കാവില്ലെന്ന് അവൻ തീർത്തു പറഞ്ഞു. അതോടെ ആ പ്രതീക്ഷയും അവസാനിച്ചുകൊണ്ടാണ് കിരൺ തിരികെ മടങ്ങിയത്. സേതുലക്ഷ്മി ഇപ്പോഴുള്ള അവളുടെ ജീവിതത്തിൽ വളരെ ഹാപ്പിയാണ്. ജഗനും തൻ്റെ ഇപ്പോഴുള്ള ജീവിതത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. അവർ 2 വ്യക്തികളായി ഈ ജീവിതം ജീവിച്ചു തീർക്കാൻ തന്നെ തീരുമാനിച്ചു. പ്രത്യേകിച്ച് ജഗൻ. ഡിവോഴ്സായെങ്കിൽ കൂടിയും ആദ്യമൊക്കെ മനസ്സുകൊണ്ട് അയാൾ അത് അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സത്യത്തെ അംഗീകരിച്ച് മുന്നോട്ട് ജീവിക്കാൻ അയാളും പഠിച്ചിരിക്കുന്നു. ദിവസങ്ങൾ മാറ്റങ്ങൾ ഏതുമില്ലാതെ പിന്നെയും മുൻപോട്ട് നീങ്ങി. പിന്നെയും 2 മാസങ്ങൾ കൂടി അതിവേഗം കടന്നുപോയി. ഇന്നാണ് സത്യദേവ് പുതിയൊരു മനുഷ്യനായി അവർക്കരികിലേക്ക് തിരികെ വരുന്നത്. അവനെ സ്വീകരിക്കാൻ ഇത്തവണ ഒരു കുടുംബം മുഴുവൻ ആ ആശ്രമത്തിന് മുറ്റത്തുണ്ടായിരുന്നു. ഷാരിയും ശിവനും കിച്ചുവും ജഗനും ഓമനയും സ്റ്റീഫനും കോശിയും മഹിയും മനിയും നിത്യയും ജിത്തുവും വീണുവും ഗിരിയും അങ്ങനെ എല്ലാവരും ആ ആശ്രമത്തിന് മുന്നിലുണ്ടായിരുന്നു. അവർക്കരികിലേക്ക് ഗുരുജിയാണ് ആദ്യം വന്നത്. കിച്ചു അല്പം ആശങ്കയോടെ നോക്കി. എന്നാൽ ഗുരുജി പ്രത്യേകിച്ചൊന്നും പറയാതെ സത്യയ്ക്ക് ആവശ്യമായ മരുന്നുകൾ അവനെ ഏൽപ്പിച്ചു. ഇത് കൃത്യമായി തന്നെ കൊടുക്കണം, മുടക്കം വരാൻ പാടില്ല. കിച്ചു അതിന് സമ്മതപൂർവ്വം ഒന്ന് മൂളി. 1 മിനിറ്റ് കഴിഞ്ഞതും ചുവന്ന ഷർട്ടും വെള്ളമുണ്ടും ധരിച്ച് വല്ലാത്തൊരു ആകർഷണം തോന്നും വിധം അവൻ മുൻപിലേക്ക് വന്നു നിന്നു. ഒരൊറ്റയാനെ പോലെ തലയെടുപ്പോടെ കണ്ണുകളിൽ ശാന്തതയാണെങ്കിലും ആ മുഖത്ത് എവിടെയോ ഒരു വന്യഭാവം അവൻ ഒളിച്ചിട്ട് വെച്ചിട്ടുണ്ടെന്ന് തോന്നിയവർക്ക്. അതെ, സത്യ തിരികെ വന്നിരിക്കുന്നു. പുതിയ മാറ്റങ്ങളോട് അവർക്ക് മുമ്പിൽ അവൻ നിറഞ്ഞു നിന്നു. സത്യയുടെ മിഴികൾ അവൻ്റെ ശിവയെ മാത്രം ആ കൂട്ടത്തിൽ തിരിഞ്ഞു. കിച്ചുവും ജഗനും അവനിടം വലം ചെന്ന് അവനെ ചേർത്ത് പിടിച്ചു. ഏട്ടാ, ആദ്യമായി സത്യ ജഗൻ അങ്ങനെ വിളിച്ചു. ഹൃദയം പിടഞ്ഞു പോയി അവൻ്റെ. ഇങ്ങനൊരു പൊന്നനിയൻ തനിക്കുണ്ടെന്ന് അറിയാൻ ഒത്തിരി വൈകിപ്പോയല്ലോ എന്ന് ഓർത്തപ്പോൾ തന്നെ അവൻ സത്യയിലെ പിടിമുറുക്കി. എന്നാൽ അവൻ്റെ ആ വിളിയിൽ മറ്റുള്ളവർ ഒരേ സമയം അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും സത്യയെ നോക്കി. സത്യ, എന്നോട് ദേഷ്യമാണ് നിനക്ക്? അറിഞ്ഞില്ല, അറിയാൻ വൈകിപ്പോയി. അതുകൊണ്ടാ എൻ്റെ മോൻ ഇത്രയും വേദനകൾ സഹിക്കേണ്ടി വന്നത്. ഒരിക്കലും നിന്നെ ഇനി ഞാൻ അനാഥനാക്കില്ല. പിടിച്ചടക്കാനാവാത്ത വികാരത്തോടെ ജഗൻ അങ്ങനെ പറഞ്ഞതും സത്യ നേർമയിലൊന്ന് പുഞ്ചിരിച്ചു. ഇത് കണ്ട് സത്യത്തിൽ കിളിപോയത് അനിക്കാണ്. സത്യദേവ് പുഞ്ചിരിക്കുന്നു. അവൻ തൻ്റെ കണ്ണുകളൊന്ന് തുടച്ചു നോക്കി. അത് കണ്ട് നിത്യ അവൻ്റെ കൈക്കിട്ടു തട്ട് വെച്ച് കൊടുത്തു. ചുമ്മാ എന്ന് ചുണ്ടനക്കിക്കൊണ്ട് അവൻ മനോഹരമായെന്ന് ചിരിച്ചതും അവളൊന്ന് ചിരിച്ചു. സത്യയിലെ മാറ്റം കണ്ണെടുക്കാതെ നോക്കിയിരുന്നു പോയി സ്റ്റീഫൻ. അവനുള്ള അത്രയും സംഘർഷം നിറഞ്ഞിരുന്നു. ഒരവകാശത്തിന് ഞാൻ അവിടേക്ക് വരില്ല. ഈ ജന്മം എനിക്ക് എൻ്റെ വഴിക്ക് ജീവിക്കാനാണ് ഇഷ്ടം. ഉടഞ്ഞുപോയ ബന്ധങ്ങളൊന്നും ഇനി വേണമെന്നില്ല. പണ്ടത്തെ സത്യമായിരുന്നുവെങ്കിൽ ഉറപ്പായി ജഗനിൽ നിന്നും അവൻ മുഖം തിരിച്ചിരുന്നു. ഇപ്പം അവനിൽ വന്ന മാറ്റം ജഗനെയും സന്തോഷിപ്പിച്ചു. ഇല്ല, ബന്ധങ്ങൾ പറഞ്ഞ് നിന്നെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങളാരും വരില്ല. പക്ഷേ അവഗണിക്കരുത്, അത്രേ വേണ്ടു എനിക്കും. ജഗൻ കണ്ണുകൾ നിറച്ച് അങ്ങനെ പറഞ്ഞതും സത്യ നേർമയിലൊരു പുഞ്ചിരികൾക്കും മടക്കി നൽകി. കിച്ചു, സുഖാണോടാ?
അങ്ങനെ ഒരു ചോദ്യം ഈ ജീവിതത്തിൽ തന്നെ സത്യയുടെ നാവിൽ നിന്നും ആദ്യമായിട്ട് കേട്ട കിരണിന് തൻ്റെ സങ്കടം പിടിച്ചു വെക്കാനാകില്ല. സത്യയെ കെട്ടിപ്പിണതുകൊണ്ട് അവൻ ഉറക്കെ കരഞ്ഞുപോയി. ഗുരുജി പുഞ്ചിരിയോട് അതെല്ലാം നോക്കി നിൽക്കുമ്പോഴും സത്യയിൽ അയാൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ ബാക്കിയായി.